എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീനുകളും അടങ്ങിയ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പ്രോട്ടീൻ റിച്ച് ലഡു ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പലതരത്തിലുള്ള പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും വില കൂടിയ പൊടികളൊക്കെ വാങ്ങി പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനും പകരമായിട്ട് ഇതുപോലൊരു ഹെൽത്തി ലഡു എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ. ഈ ഒരു ലഡു 2 എണ്ണം വീതം ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരാരോഗ്യത്തെ വളരെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരാരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനും വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അമിത വണ്ണവും കൊടവയറൊക്കെ കുറയ്ക്കുന്നതിനും കണ്ണിനും തലമുടിക്കും അങ്ങനെയുള്ള എല്ലാ അവയവങ്ങൾക്കും വളരെ ഉത്തമമായ ഹെൽത്തി ലഡു എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ലഡു തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1000 മില്ലിഗ്രാം അളവുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് തുറന്നും കൂടെ നോക്കാം. ഈ ഒരു ബോട്ടിലിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള ബദാമും കാഷ്യൂസും റേസിൻസ് ഒക്കെ വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് മറ്റൊരു ബൗളിലേക്ക് മാറ്റുവാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീൻ കണ്ടന്റും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മുടെ സ്കിന്നിനും തലമുടിക്കും ചർമ്മത്തിനും എല്ലാത്തിനും പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ തന്നെ നല്ലതാണ്. ഇത് ഉണക്കിയ ഈത്തപ്പഴമാണ്. ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്ക് എടുക്കേണ്ടതും. കുരുവൊക്കെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ നിന്നും കുരുവെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഈത്തപ്പഴമാണ്. ഞാൻ ഇതുപോലൊരു ബ്രാൻഡിന്റെ ഈത്തപ്പഴമാണ് വാങ്ങിയിട്ടുള്ളത്. ഈത്തപ്പഴം നമുക്കൊരു 1/4 കിലോ അളവിലാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു കുരുവെല്ലാം തന്നെ ഒന്ന് നീക്കം ചെയ്യാം. ശേഷം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഡ്രൈ ഫ്രൂട്ട്സ് പാനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടും. ഈ ഒരു സമയത്തും ഡ്രൈ ഫ്രൂട്ട്സിൽ കുരുവൊക്കെ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നല്ല പോലെ മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൽ നിന്നും ധാരാളം ആവിയെല്ലാം പുറത്തേക്ക് വരും. ആ ഒരു സമയത്ത് നമുക്കൊന്ന് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇതിനുള്ളിലെ റൈസിൻസ് ഒക്കെ നല്ല പോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ വരാനും തുടങ്ങും. അതേ ഒരു പാകത്തിലേക്കായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും പാനിന്റെ ചൂടൊന്ന് ആറി കിട്ടുന്നതിനായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി ഒന്ന് ചൂട് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 മുറി നാളികേരമാണ്. നാളികേരവും ഒന്ന് തിരുമ്മിയെടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം ഞാനിവിടെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെയും ചൂടാറി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അല്പം തരിതരിപ്പായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു രീതിയിലാണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പൊടിച്ചെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം വീണ്ടും നമുക്ക് അതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഒറ്റ തവണ ഇട്ട് പൊടിച്ചെടുക്കാതെ 2 ഭാഗമായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ടും. അതിനുശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുരു കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഈത്തപ്പഴവും കൂടി ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുക്കാം. ഈത്തപ്പഴവും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗവിന്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തിരുമ്മി എടുത്തിട്ടുള്ള നാളികേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു നാളികേരം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചുകൂടെ വെക്കാം. അങ്ങനെ നാളികേരവും ഇവിടെ പൊടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെ വെച്ചു കൊടുക്കാം. ഈ പാനിലേക്ക് 2 സ്പൂൺ അളവിലെ നെയ്യ് കൂടെ ചേർക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. അതിനുശേഷം നെയ്യിലിട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഈത്തപ്പഴം 1 മിനിറ്റ് നേരം മാത്രം വഴറ്റിയാൽ മതിയാകും. ഈത്തപ്പഴത്തിലെ വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതും. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നാളികേരമാണ് ചേർക്കേണ്ടത്. നാളികേരവും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നാളികേരവും ഈത്തപ്പഴവും ഈ ഒരു രീതിയിലാണ് നമുക്ക് മിക്സ് ആയി കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ ഈത്തപ്പഴം അരച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതേ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് 1 മിനിറ്റ് നേരവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ നല്ലൊരു ഫ്രൈ ആയ മണം വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഒന്ന് കൂട്ടി കുഴച്ചെടുക്കേണ്ടതും. പൊടിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നാളികേരവും ഈത്തപ്പഴമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകമായോ എന്നറിയാനും വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിന് നല്ല ചൂടുണ്ടാകും. ചൂടൊന്ന് ആറിയതിനു ശേഷം മാത്രം നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതിയാകും. ഉരുണ്ട് വരുന്ന ഭാഗമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഈത്തപ്പഴം ചേർക്കേണ്ടതായും വരും. നമ്മൾ ഉരുട്ടി നോക്കുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ അളവ് വളരെ തന്നെ കറക്റ്റാണ്. ഇനി ഉരുട്ടിയെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നല്ല ഷേപ്പോട് കൂടി തന്നെയാണ് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. സെർവിങ് പ്ലേറ്റിലേക്ക് ലഡു മാറ്റി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു ഹെൽത്തി ലഡു നിങ്ങളെല്ലാവരും തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണേ. നമ്മുടെ എല്ലുകൾക്കും ശരീരത്തിനും നമ്മുടെ സ്കിന്നിനും തലമുടിക്കും എല്ലാത്തിനും വളരെ ഉത്തമമായ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കാൻ ശ്രമിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന അമ്മമാരെ ഇതുപോലൊരു ഹെൽത്തി ലഡു നിങ്ങളെല്ലാവരും തയ്യാറാക്കി നമ്മുടെ മക്കൾക്കും പ്രായമായ അച്ഛനമ്മമാർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും നമുക്ക് വളരെ തന്നെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.